ഇപ്പം നമുക്കിപ്പം സമയത്തിന് കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല. അത് തന്നെയാണല്ലോ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്. അപ്പോൾ അതിലൊരു മാറ്റം അവർക്ക് ഉള്ളതായിട്ട് തോന്നിയോ എന്ന് ചോദിക്കും. കാരണം എന്തായാലും അങ്ങേ അവർ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഉൾപ്പെടെ അറിയാതെ ഒരിക്കലും അങ്ങേ കാണത്തില്ല. കാരണം അപ്പം പ്രധാനമന്ത്രിയുടെ ഒരു അമിത്ഷാ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നിലപാട് അതിലുണ്ടാവുമല്ലോ. അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇത് സാധാരണ നിലക്ക് പിന്നെ ഞാൻ കുറേ കാലമായിട്ട് അവരെ കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് ഫോണിലും സംസാരിക്കുന്നു, അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ധനമന്ത്രിയെ പോലെ ഒരാളെ അങ്ങനെ കാണാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിന് കേന്ദ്രമന്ത്രി അതെ. പിന്നെ അതേസമയം നമ്മളെ ധനമന്ത്രിയെ പലപ്പോഴും കാണുന്നുണ്ട്. പിന്നെ GST യോഗവും അല്ലാതെയും എല്ലാം പലതരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്കറിയാം. ആ ഘട്ടത്തിൽ ഒരു നല്ല കൂടിക്കാഴ്ച എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രഭാത ഭക്ഷണവും ഇഡ്ഡലി ഡിപ്ലോമസിയും ഒക്കെ ശരിക്കും കേരളത്തിൽ നടന്നത് അതൊക്കെ വളരെ ഗുണം ചെയ്യും. കാരണം അവർക്ക് ഓർക്കാൻ നല്ല ചില നിമിഷങ്ങൾ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായിരുന്നു. നമ്മുടെ ഗവർണറും ഉണ്ടായ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല അതും ഒരു കേരളത്തിൽ ഒരു വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം രാജ്ഭവനും സർക്കാരുമായിട്ട് രണ്ട് ഭരണഘടനാ പോസ്റ്റിലിരിക്കുന്ന ആളുകൾ തമ്മിൽ അംഗം വെട്ടുന്നു എന്ന് പറയുന്ന ഒരിക്കലും ആരുടെ പ്രശ്നമാണെങ്കിലും സുഖമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിനൊരു ദിശാമാറ്റം വന്ന പോലെ അങ്ങ് ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? ഒരു നല്ല രീതിയിൽ പോകാൻ പറ്റും? ഇതൊക്കെ വ്യക്തിപരമായ നിലപാടുകൾ കൂടിയാണ്. ഇദ്ദേഹം വളരെ മാന്യമായ നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ സ്വീകരിച്ചു പോകുന്നത്. അത് നല്ല കാര്യമാണ്, നല്ലതാണ്. നമുക്ക് പരസ്പരം പോരടിക്കലല്ലല്ലോ ആവശ്യം. എൻ്റെ സംസ്ഥാനമാണിപ്പോൾ. ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ കൂടെ നിൽക്കും, എവിടെ വേണമെങ്കിലും ഞാൻ വരുമെന്ന നിലപാടാണ് ഗവർണർക്കുള്ളത്. അത് തീർത്തും സ്വാഗതാർഹമായ കാര്യമാണല്ലോ.